ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സമയം 10:13 മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിലൊക്കെ നമ്മൾ കണ്ട മാതിരി ഇത് SMC നമ്മൾ സ്റ്റോക്കിൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 15 മിനിറ്റ് ഇൻട്രാഡേ സ്വീപ്പാണ്. ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്തേക്കൊരു മൂവ്മെൻറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് ഒരു റിവേഴ്സൽ. അപ്പോൾ സ്വീപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു റിവേഴ്സൽ കാണാൻ പറ്റും. നമുക്കിവിടെ COC ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എൻട്രി എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒരു FEGന്നോ ഓർഡർ ബ്ലോക്കിൽ ആണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഇത് പ്രീമിയം സോണാണോ ഡിസ്കൗണ്ട് സോണാണോ എന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹൈയും ലോയും നമ്മൾ ഫിബ് വെച്ച് വരയ്ക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പ്രീമിയം സോണാണുള്ളത്. അപ്പോൾ നമ്മൾ സെൽ സൈഡിലേക്കാണ് പ്രീമിയം സൈഡിലുള്ള സെക്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതിൻ്റെ 50% തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മുടെ FEG ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ്ലി FEG നമുക്ക് എൻട്രി എടുക്കാം. തൊട്ട് മുകളിലായിട്ട് ഈ വിക്ക് നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് വേറെ സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ FEG നമ്മൾ എൻട്രി നമുക്ക് താഴത്തേക്ക് എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ട് മുകളിലായിട്ട് FEGയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വെക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ആവശ്യമുള്ളൂ. ഓൾറെഡി ഓൾമോസ്റ്റ് 1:5 റേഷ്യോയിലാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഈ ട്രേഡ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ 620 പുട്ടാണ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 1:5 റേഷ്യോയിലാണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. FEGക്ക് തൊട്ട് മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്ത വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളൂ. ഇൻ കേസ് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്കിൽ ഒരു എൻട്രി കൂടി നമുക്ക് ഇതിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി കമൻസിൽ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും SMC യൂസ് ചെയ്യുന്ന പോലെ സ്റ്റോക്കിലും ഉപയോഗിക്കാൻ പറ്റുകയില്ലോ എന്നാണ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഉത്തരം കൂടിയാണിത്. എന്തായാലും SMC നമുക്ക് എല്ലാ ഇപ്പോൾ ഫോറക്സിലായാലും ഗോൾഡിലായാലും ഏതിലായാലും നമുക്ക് അത് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ക്രൂഡിൽ എടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പല ഇതിൽ നമ്മൾ ട്രേഡുകൾ നമ്മൾ നോക്കുന്നതായിരിക്കും. കൂടുതൽ പേരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സ്റ്റോക്ക് ഓപ്ഷനിലും ഇൻഡെക്സിലുമാണ് കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ മൂവ്മെൻ്റ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. ഓവറോൾ മാർക്കറ്റും ഒരു ബെയറിഷ് സൈഡ് വേസ് മൂവ്മെൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓൾസോ നമ്മൾ ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. പുതിയ നല്ല നല്ല വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ടാർഗറ്റ് അടിക്കുമോ അതോ സ്റ്റോപ്പ് ലോസ് ആണോ എന്നുള്ളത് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 1:5 ടാർഗറ്റ് ശ്രീറാം ഫിനാൻസിൽ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. നമ്മുടെ ഫ്രീ ചാനലിൽ കൊടുത്തിരുന്ന ട്രേഡ് 26 to ഓൾമോസ്റ്റ് 34 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് 3,000 രൂപീസ് പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റോക്ക് ഓപ്ഷനിലുള്ള SMC യൂസ് ചെയ്തിട്ടുള്ള ട്രേഡ് സക്സസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.5 അവർ നമുക്ക് ഈ ട്രേഡിന് വേണ്ടി എടുത്തു. വളരെ സ്ലോ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. എന്തായാലും വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് 1:5 ടാർഗറ്റ് എത്തിരിക്കുകയാണ്. ഇനി പുതിയ ട്രേഡുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു ഓൾറെഡി ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് 1 മിനിറ്റ് ലിക്വിഡിറ്റി സ്വീപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്നൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും താഴത്തേക്കുള്ള ട്രേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹൈയിൽ ഒരു സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് ഒരു ട്രെൻഡ് ചേഞ്ച്, ഒരു COC ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഹാപ്പൻ ചെയ്യണം. അതും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് COC എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രേഡാണ്. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ശ്രീറാം ഫിനാൻസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. ഇത് രണ്ടാമത്തെ ട്രേഡാണ്. ഇവിടെ നമുക്ക് FEG മാർക്ക് ചെയ്യാം. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി, അപ്പോൾ ഒരു FEG ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെയും ഈ ഒരു ഗ്യാപ്പ് അവിടെയാണ് നമുക്ക് FEG മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ വലിയ FEG ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി നമുക്ക് എടുത്താൽ മതി. അതിനായിട്ട് നമുക്ക് ഫിബ് വെച്ച് തന്നെ ഒരു 50% ഈ FEGയുടെ വലിപ്പം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഞങ്ങൾക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ വലിയ FEGയിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വളരെയധികം ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കണം എന്നിട്ട് പ്രീമിയം ആണോ ഡിസ്കൗണ്ട് സോൺ ആണോ എന്ന്. അപ്പോൾ നമുക്ക് ഹൈയും ലോയും തമ്മിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 50% മുകളിലുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രീമിയം സോൺ, നമുക്ക് സെൽ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. ഇത് തൊട്ട് മുകളിൽ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ 24,400 അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് ഫെയിൽ ആവണമെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഒരു ട്രേഡ് കൂടി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഈ സ്വിങ് ഹൈയുടെ മുകളിലായിട്ട് വയ്ക്കാം. ടാർഗറ്റ് നമുക്ക് 1:3, കുറച്ചുകൂടി വലിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ടാണ് 1:3 ടാർഗറ്റ് നമുക്കിവിടെ പ്ലാൻ ചെയ്താൽ മതി. വളരെ ചെറിയൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. FEGയിൽ നമുക്ക് 1:3 ടാർഗറ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് സ്വിങ് ഹൈ, ആ സ്വീപ്പ് ചെയ്തതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ടാർഗറ്റ് അടിക്കുകയോ ഇല്ലയോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മുമ്പത്തെ ട്രേഡിൽ ഓൾമോസ്റ്റ് 1.5 അവർ കഴിഞ്ഞിട്ടാണ് ടാർഗറ്റ് അടിച്ചത്. ഇന്ന് ഓവറോൾ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയാണ്. എന്നാലും ഒരു ബെയറിഷ് ട്രെൻഡിലുള്ള സൈഡ് വേസ് പാക്ക് ബോർഡറിലുള്ള ടെൻഷൻസൊക്കെ കാരണം ഓവറോൾ ഒരു താഴ്ത്തേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ലിക്വിഡിറ്റിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് 24,450 P ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം സ്ലോ മൂവ്മെൻറ്റ് തന്നെയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ സഡൻ ഒരു താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 2 അവർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ടെലിഗ്രാം ചാനൽ കൊടുത്ത 24,450 P ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സ് സേഫ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് 2 മണിക്കൂറായിട്ടും മൂവ്മെൻറ്റ് ഒന്നും തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് 2 മണിയായിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഓൾസോ നമ്മുടെ നാളെ ഒരു മുടക്കം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കണ്ട. എന്നാൽ നിഫ്റ്റി എക്സ്പയറും കൂടി ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒട്ടും മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 2:17 ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യണതിൽ അർത്ഥമില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.